ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ തൂറാത്തോൻ തൂറിയപ്പോ തീട്ടം കൊണ്ട് ആറാട്ട്. തന്റെ അനിയന് വേറെ ജോലിയൊന്നുമില്ലേ? സകല ഗർഭമാണ് ഏറ്റെടുക്കാന്ന് വെച്ചാ ഇവൻ ആരാ? എട്ടുകാലി ഒമ്മുഞ്ഞോ? ഒരു കാര്യം ഞാൻ പറയാം, എന്റെ പേരെങ്ങാനും വലിച്ചിടയ്ക്കപ്പെട്ടാൽ അവനെ ഞാൻ കളി പഠിപ്പിക്കും. തന്റെ അനിയനാണെന്ന് ഞാൻ നോക്കില്ല. ഞാൻ പറയണത് അവനെ പിടിച്ച് നാലാ പൊട്ടിക്കണതാ. ആ മോഹൻ നിന്റെ മനസ്സിൽ വെച്ചാ മതി. തെറ്റെന്റേതാണ്. എനിക്കെന്റെ അനിയനെ അവളിൽ നിന്ന് രക്ഷിക്കണം. അതിനെന്തെങ്കിലും ഉപായം ഉണ്ടോ എന്ന് പറയൂ. അവളെ അങ്ങോട്ട് കാച്ചണ അത്ര തന്നെ. നടക്കണ കാര്യം പറയേ. ഗംഗാധരനത്തിന് ചൂട് കൂടുതലാണ് കേട്ടോ. പിന്നെ അല്ലാണ്ട് തലയ്ക്ക് പ്രാന്ത് പിടിക്കുക. അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കിയാ പോരെ? നമ്മൾ അവളെ കസ്റ്റഡി എടുക്കുന്നു. സംശയകരമായ സാഹചര്യത്തിൽ പിടിക്കപ്പെട്ടു. അവിടെ എവിടെയാണ് അവള്? എന്താണ് നിന്റെ പേര്? സീത. കാര്യം എന്താ വെച്ചാ പറഞ്ഞിട്ട് കൊണ്ടുപോകണം. തന്നോട് പറയേണ്ട കാര്യമില്ല. തന്റെ ആരെവിടെ? എന്റെ ആരാണെന്ന് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. വാറണ്ട് അറസ്റ്റ് ചെയ്യാൻ. വാറണ്ട് സ്റ്റേഷനിലേക്ക് വാ. സാർ സാർ ഞാൻ പറയും. ഇമ്മോറൽ ട്രാഫിക് ചാർജ് ചെയ്താൽ മതി. ഓഹോ, അപ്പൊ ഈ ഇമ്മോറൽ ട്രാഫിക്കിന്റെ പിന്നിൽ സാറും ഉണ്ടല്ലേ? കോൾ മീ ആഫ്റ്റർ 5 minutes. പറഞ്ഞിട്ട് കേട്ടില്ല സാർ. തന്റെ സ്വാതന്ത്ര്യം കുറെ ഏറുന്നുണ്ട്. തന്നോട് ആര് പറഞ്ഞു അനുവാദം കൂടെ അകത്ത് നടക്കാൻ? സോറി സർ, ഐ എം എക്സ്ട്രീംലി സോറി. സീതയെ അറസ്റ്റ് ചെയ്യിച്ചു അല്ലേ? സീതയോ? ഏത് സീത? രാമായണത്തിലെ സീത. ഓ, സീതയെ അന്വേഷിച്ചിറങ്ങിയ ശ്രീരാമനാണോ? സീതയെ മാത്രമല്ല, രാവണനെയും. സാറേ പരിഹസിക്കരുത്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പോലീസ് അവളെ അറസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയണം. അത് ഞങ്ങൾ കോടതി പറഞ്ഞോളാം. നാട്ടുകാരുടെ കാര്യം അന്വേഷിക്കാൻ നിൽക്കാതെ വീട്ടിൽ ചെന്ന് അമ്മയെ ആശ്വസിപ്പിക്കുക. ഞാൻ ആരുടെ കാര്യം അന്വേഷിക്കണമെന്ന് സാർ തീരുമാനിക്കണ്ട. അത് ഞാൻ നോക്കിക്കോളാം. താങ്ക്സ്. ഓ, അപ്പൊ എല്ലാരും ഉണ്ട് ഇതിന്റെ പിന്നിലല്ലേ? ഏതിന്റെ പിന്നില്? ഗംഗേട്ട, പൊട്ടം കളിക്കരുത്. ഒരു വേശ്യയോട് കാട്ടുന്ന ഔദാര്യമെങ്കിലും അവളോട് കാട്ടായിരുന്നു. ആരോട്? വെറുതെ തോന്നിയ ദിവസം പറയരുത്. ഒന്നും അറിയില്ലല്ലേ? ഒരു പാവം പെണ്ണിന് ഉറക്കോളി എടുത്ത് മയക്കി അനുഭവിക്കുക, വേണ്ടപ്പെട്ടവർക്കൊക്കെ കൂട്ടിക്കൊടുക്കുക, എന്നിട്ട് ഒന്നും അറിയില്ല. അറിയിച്ചു തരാം. നിന്റെ ഏട്ടന്റെ അടുത്ത് പറഞ്ഞ പോലെ തെമ്മാടത്തിന് എന്റെ അടുത്ത് പറഞ്ഞാണ്ടല്ലോ, അടിച്ച് പല്ല് ഞാൻ തടയിടും. എന്നാ അടിക്കടാ. ചുണയുള്ള തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ അടിക്കേ. ആജ്ഞാപിക്കാനുള്ള അർഹത ഏട്ടനില്ല. ഇത്ര മനുഷ്യത്വം ഇല്ലാണ്ട് എങ്ങനെ പെരുമാറാൻ കഴിയണു? എനിക്ക് സഹതാപമുണ്ട്. ഡിവൈഎസ്പി ഹരിനന്ദന മേനോനോടല്ല, മംഗലത്ത് ഗോവിന്ദ മേനന്റെ മകൻ ഹരിയോട്, എന്റെ ഏട്ടനോട്. ഗംഗാരന്റെ മേലെ ഒരാൾ കൈവച്ചാലേ പിന്നെ കൈ ഉണ്ടാവാറില്ല. നീ എന്റെ അനിയനെ പോലെ ആയിപ്പോയി. ദയവ് ചെയ്ത് ആ പദവി എനിക്ക് തരാണ്ടിരിക്കുക. എന്താ ഇവന്റെ തണ്ടും തടിയും കണ്ട് പേടിച്ചിട്ടാണെന്ന് വിചാരിച്ചോ? ഗംഗാറിനൊന്ന് കൈ ചോടിച്ചാൽ ഇവന്റെ പൊടി കാണില്ല. ഗംഗാധരനോട് എന്താ അവന് ദേഷ്യം? അവന് മനസ്സിലായി ആ പെണ്ണിനെ അറസ്റ്റ് ചെയ്യിച്ച ഞങ്ങളാണെന്ന്. എങ്ങനെയെങ്കിലും ആ തേപിടിച്ച് ഒഴിവാക്കിയിട്ട് അമ്മായിയുടെ കാല് പിടിച്ചിട്ടാണെങ്കിൽ ഈ കല്യാണം നടത്താമെന്ന് വിചാരിച്ചാ സമ്മതിക്കില്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യുക? അവന് ഈ കല്യാണം നടക്കണമെന്നില്ലേ? അങ്ങനെ ആയിരിക്കും. ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. ലേഖ അവന് പിരിയാൻ പറ്റില്ല. പിന്നെ എന്തിനാ അവൻ ആ തേപിടിച്ചിയുടെ കാക്കീഴെ കിടക്കണേ? റാസ്കൾ. ഇനി അവൾ വെളിയിൽ വരരുത്. ഇമ്മോറൽ ട്രാഫിക് മാത്രമേ ചാർജ് ചെയ്തിട്ടുള്ളൂ. ഒരു 3 മാസം, കൂടിയാൽ ഒരു 6 മാസം വരെ. നാളെ കോടതിയിൽ ഹാജരാക്കി 15 ദിവസത്തെ റിമാൻഡിൽ വയ്ക്കും. ആ സമയം മതി നമുക്ക്. ഈ സ്റ്റേറ്റ്മെന്റിൽ സീതാലക്ഷ്മി തന്നെയാണോ ഒപ്പിട്ടിരിക്കുന്നത്? അതെ. പോലീസ് ഉപദ്രവിച്ചോ? ഇല്ല. ജാമ്യക്കാരുണ്ടോ? ഇല്ല. അഡ്വക്കേറ്റ് രഘുനന്ദന മേനോൻ, സീതാലക്ഷ്മിയുടെ വക്കീലാണ്. ബെയിൽ പെറ്റിഷൻ. സ്വന്തം ജാമ്യത്തിലാണോ? യെസ് യുവർ ഓണർ, സ്വന്തം ജാമ്യത്തിൽ. ബെയിൽ പെറ്റിഷൻ ഗ്രാൻഡഡ്.
കണക്കുകളൊന്നും ബാക്കി വെക്കണ്ട. കേറ്. അകത്തേക്ക് പൊയ്ക്കോളൂ. ഇനി തൽക്കാലം എങ്ങോട്ടും പോണില്ല. എനിക്ക് പോണം. അപ്പൊ കേസ് നടത്തണ്ടേ? എന്റെ സ്വന്തം ജാമ്യത്തിലാ വിട്ടേക്കണേ. പറയണ സമയത്ത് കോടതിയിൽ ഹാജരായില്ലെങ്കിൽ ഞാൻ പോയി കിടക്കണം അകത്ത്. അത് മറക്കണ്ട. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. അകത്തേക്ക് പോവാൻ. എടോ വീരപ്പ, തോക്കൊക്കെ തുടച്ച് നിറച്ചു വെച്ചിട്ടുണ്ട്. എന്താന്ന് ശിക്കാറുമുണ്ടോ? ആ, ഒരു ശിക്കാരി ചിലപ്പോ ഇവിടെ നടക്കും. റെഡിയായിരുന്നു. സീതാലക്ഷ്മി ഞങ്ങളെ കുറേട്ട് ഓടിച്ചു. ഹലോ, ഞാൻ നാസർ. രഘുനന്ദന മേനോൻ അല്ലേ? ആ, സീതയെ ഞങ്ങൾ കൊണ്ടുപോകുന്നു. സീത, വണ്ടി കയറ്. ഞാൻ വരില്ല. നിങ്ങളുടെ സ്വർണം ഞാൻ തിരിച്ചു തരാം. സ്വർണ്ണമല്ലല്ലോ പ്രശ്നം. ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം ഒരു മടിയില്ലാതെ കടലിൽ മുക്കിക്കളന്ന് ഞങ്ങള് 4 സ്വർണ്ണ ബിസ്ക്കറ്റിന് വേണ്ടി ഇത്ര കാശും സമയം ചെലവാക്കുന്ന കരുതിയ ചതി. ഞങ്ങൾക്ക് ജീവനേക്കാൾ വലുത് വിശ്വാസമാണ്. ചതിക്കുന്നവർക്ക് മാപ്പില്ല. അത് ഒരു പൈസയുടേതായിരിക്കും. വിടില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരാളെ. ഞാൻ ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ പുറത്തു പറയില്ല. നിവർത്തിയോടുകൊണ്ട് ചെയ്തു പോയതാ. നാസർക്ക് എന്നെ അറിയില്ലേ? ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് ഫലമില്ല. ഞാനും സീതയെ പോലെ ഒരാൾ. ബോസിനെ കണ്ട് പറയൂ. ബോസ് തീരുമാനിക്കട്ടെ. എന്നാ സമയം കളയണ്ട, പോകാം. സോറി മിസ്റ്റർ നാസർ, സീതയെ ഇപ്പൊ വിട്ടുതരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോട് സ്നേഹമില്ലാഞ്ഞിട്ടാ. ഇത് ചീത്തയാക്കരുത്. ആരെതിർത്താലും ഞങ്ങൾക്ക് അവളെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല. പിടിച്ചു കയറ്റോളെ. മിസ്റ്റർ നാസർ, അരുത്. കുഴൽപ്പണവും കള്ളക്കടത്തും ഒന്നും ചെയ്യണ കൈ അല്ലത്. തൂമ്പയെടുത്ത് നന്നായി കിളക്കണ കയ്യാ. ഒരു കിള കിളച്ച പ്രശ്ന. പോരാത്തതിന് പലരെയും കിളയ്ക്കാൻ കൈ തരിച്ചു നിൽക്കണ സമയ. മര്യാദക്ക് മാറടാ. പറഞ്ഞ തീരെ മനസ്സിലാവില്ലെന്ന് വെച്ചാ പിന്നെ എന്താ ചെയ്യാ? നിങ്ങളുടെ സ്വർണം. പിന്നെ ബോസിനോട് ക്ഷമയും മാപ്പും പറഞ്ഞൊരു കത്ത് അയക്കാമെന്ന് പറ, ബൈ മെയിൽ. പക്ഷെ കളി അങ്ങ് തമിഴ്നാട്ടിൽ വെച്ചാ മതി, ഇവിടെ വേണ്ട. പോടാ. പോയോ? കണ്ടതൊന്നും സത്യമല്ലായിരിക്കാം. എന്നോട് പറഞ്ഞൂടെ സത്യം എന്താന്ന്? ചില സത്യങ്ങൾ ചിലപ്പോ തുറന്നു പറയാൻ പറ്റിയില്ല എന്ന് വരും. സഹിക്കുകയും പൊറുക്കുകയും ചെയ്യണിടത്തെ സ്നേഹം നിലനിൽക്കൂ. അതൊക്കെ എനിക്കറിയാം. അവിടുന്ന് പോരുമ്പോ
മരിക്കണം തോന്നി എനിക്ക്. ഇത്ര നാളെ എന്നെ വന്നൊന്ന് കാണുക, 2 വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാം, അത്രയെങ്കിലും കാരുണ്യം കാണിച്ചൂടെ? അതിലും വേണോ ഈഗോയിസം? എന്റെ അമ്മ പറഞ്ഞതാണ് ശരി. ഒരിക്കലും ഒരു പുരുഷനെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. ഒരു പരിധി വിട്ട് സ്നേഹിക്കുകയും ചെയ്യരുത്. നിന്റെ അമ്മ പറയണത് കേട്ടാ ഒടുവിൽ നിനക്ക് രഘുവിനെ നഷ്ടപ്പെടും കുട്ടി. ലേഖ കൊച്ചുകുട്ടിയൊന്നുമല്ല. കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാനുള്ള അറിവും പഠിപ്പും അവക്കുണ്ട്. എത്ര അറിവും പഠിപ്പും ഉണ്ടെങ്കിലും കാള പെറ്റൂന്ന് കേട്ട് കയറെടുക്കണവരുണ്ട്. അമ്മായി ഇപ്പൊ അതാ ചെയ്തേക്കണേ. ഓഹോ, നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. എടി, വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത പെണ്ണിനെ ജാമ്യത്തിലെടുത്ത് അവളുടെ കയ്യും പിടിച്ച് പാലക്കാട്ട് ടൗണിൽ കൂടെ ഒരു പ്രകടനം നടത്തി നിന്റെ അനുജൻ. പെറ്റത് കാളയോ പശുവോ? ഏതായാലും ഞാനൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഈ വിവാഹം നടക്കില്ല. അമ്മായി എങ്ങനെ എന്തെങ്കിലും കേട്ടു എന്ന് പറഞ്ഞ് ഒരു തീരുമാനം എടുക്കരുത്. രഘുവിനെ ഞാൻ കൊണ്ടുവരും. സത്യസ്ഥിതി അറിഞ്ഞിട്ട് എന്താ വെച്ചാ തീരുമാനിക്കാം. ഇനി സത്യം അസത്യം ഒന്നും ഞങ്ങൾക്ക് അറിയണ്ട. എന്റെ മോളെ വേറെ പെണ്ണും കുട്ടിയും ഒന്നും ഇല്ലാത്തവന് കല്യാണം കഴിച്ചു കൊടുത്തോളാം.